അത് സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പോഴും അത്ഭുതമാണത്. ചെറിയൊരു കഫറ്റീരിയയിൽ നിന്ന് ഈ ഒരു ഷവർമ കാരണം കൊണ്ട് ഇന്ന് 11 ഷോപ്പായിരിക്കുകയാണ്. ജനങ്ങളെ തിരക്ക് കൂടി വരും. 50 55 60 അവസാനം 110 കിലോ വരെയാണ് നമ്മൾ ആ ചെറിയൊരു ഷോപ്പിൽ കുത്തിയത്. നമുക്കൊരു ഫ്രാഞ്ചൈസി വേണം, നമ്മളെ ഷെയർ കൂട്ടോ. ചെറിയൊരു കഫറ്റീരിയയിൽ നിന്നും ഇന്ന് അവര് വലിയൊരു റെസ്റ്റോറന്റിലോട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ വ്ളോഗ് കാരനാണ് അവരിങ്ങനെ വളർന്നതെന്ന് കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ഒരു ബുദ്ധിമുട്ടായ ഒരു മനുഷ്യനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു അന്ന് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ നമുക്ക് ബാക്കിൽ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി, പുറത്തുകത്തായിട്ട് ഏകദേശം 100 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം. അന്ന് ഷവർമ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാടൻ ഫുഡിന്റെ ഒരു കലവറ തന്നെയാണ് അവർ നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുള്ളത്. ഇറച്ചിച്ചോറും കഞ്ഞിയും മീൽസും അപ്പം പതിപ്പിച്ചതും പാൽ പൊറോട്ടയും 5 ദിർഹംസിന്റെ കപ്പയും ചമ്മന്തിയൊക്കെ അടിപൊളിയായിരുന്നു. നാടൻ മന്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അവരുടെ മന്തി ചിക്കൻ ഒന്നും ഒരിക്കലും മിസ്സാക്കരുത്. നല്ലോണം മസാല വെച്ചിട്ടുള്ള അവരുടെ മസാല ചിക്കനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 19 ദിർഹംസ് മാത്രമേ ഉള്ളൂ ഒരു ഹാഫ് ചിക്കനൊക്കെ. ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള അവരുടെ ഐറ്റം ആണ് ഡൈനാമൈറ്റ് ചിക്കൻ ചാർക്കൽ. കൂടെ നമുക്ക് കുബൂസും ഹമ്മൂസും ഗാർലിക്കും ഡൈനാമിക് സോസും സാലഡും ഒക്കെ ഉണ്ട്. 15 ദിർഹംസിന്റെ ഈ ഒരു മാംഗോ മൽബ മസ്റ്റ് ട്രൈ ആണ്. 2-3 പേർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഹോം മെയ്ഡ് ആയിട്ടുള്ള പുഡിങ്ങും ഉണ്ട്. പിന്നെ റമദാന്റെ ഇഫ്താർ കിറ്റും. അവസാനം നല്ലൊരു അടിച്ച ചായ കുടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മുസഫ ഷാബിയ 11 സബ്ക റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ കഴിച്ചിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാം.